ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആനന്ദ് പറയാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ദേവിയെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയോ അവരുടെ വിദ്യാഭ്യാസം എന്താണെന്ന്? അങ്ങനെയൊക്കെ എല്ലാവരോടും ചോദിക്കുമ്പോൾ അത് MA ലിറ്ററേച്ചർ അല്ലേ ചേച്ചി എന്നിങ്ങനെ മിത്ര ചോദിക്കുമ്പം MA ലിറ്ററേച്ചറോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങളെയൊക്കെ അവൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ സർട്ടിഫിക്കറ്റ് വേണ്ടേ? സർട്ടിഫിക്കറ്റ് പഠിച്ചാലല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അച്ഛൻ പലതവണ ഇവളോട് പറഞ്ഞില്ലേ സ്കൂളിലൊരു ജോലി വാങ്ങിക്കൊടുക്കാമെന്ന്. ഇവളപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അതുമാത്രമല്ല, ഇവളെ നമ്മൾ പലതവണയായിട്ട് ഇവളെ ജോലിക്ക് നിർബന്ധിച്ചപ്പോഴും ഇവൾ എന്താ പറഞ്ഞത്? എനിക്കത് ഇഷ്ടമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞില്ലേ. എന്നിട്ട് ഒരു ദിവസം ജോലിക്ക് പോകാൻ മടിച്ചിട്ട് ഇവൾ എന്താ പറഞ്ഞത്? എനിക്ക് സ്കൂൾ ജോലിയേക്കാളും താല്പര്യം വേറെയാണെന്ന് പറഞ്ഞ് IT കമ്പനിയിലേക്ക് പോയില്ലേ. ഈ IT കമ്പനി എന്ന് പറയുന്നത് എന്താ? പിന്നെ അന്ന് ഇവൾ ആ ജോലിക്ക് പോകണം നിങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അവളോട് എന്താ ചോദിച്ചത്? ആ ജോലി എങ്ങനെയുണ്ട്, നല്ല പ്രഷറുള്ള ജോലിയല്ലേ, ശമ്പളമൊക്കെ എത്ര കിട്ടും എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ മീനാക്ഷി ഓർത്തെടുക്കുക, ശരിയാണ്, അന്ന് ചോദിച്ചപ്പോൾ വലിയ ഗമയിലൊക്കെ പറഞ്ഞു, ഭയങ്കര ജോലിയാണ്, നല്ല ശമ്പളമാണ്, എനിക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ല എന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവൾ IT കമ്പനിയിൽ നിന്ന് നേരെ IT കമ്പനിയിൽ നിന്നും പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേൽക്കും, അറിയുമല്ലോ. എന്നിട്ട് വല്ല അമ്പലങ്ങളിലോ പാർക്കിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി സമയം കളഞ്ഞ് വൈകുന്നേരം വരും. പാവം എൻ്റെ അമ്മ, അവൾ വന്നില്ലല്ലോ വന്ന് ഇവിടെ കാത്തിരിക്കും അല്ലേ. അച്ഛനും അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടില്ലേ ദേവി വരാൻ താമസിച്ചപ്പോഴൊക്കെ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത്രത്തോളം അവൾ നിങ്ങളെല്ലാവരും കൂടെ തലയെ കയറ്റി സ്നേഹിച്ചില്ലേ. പക്ഷേ ഇവളെ കുറേ നാളായി കഴിഞ്ഞു, പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് പോകാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഇവളടുത്ത് ജോലിക്ക് കയറി പറ്റി. അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? അതെന്താ അങ്ങനെ? IT കമ്പനിയിലല്ലേ ചേച്ചി പൊയ്ക്കൊണ്ടിരുന്നത്? നല്ല ജോലിയല്ലായിരുന്നു അത്? എൻ്റെ മിത്രേ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഒരു ദിവസം ദൈവമായിട്ട് അതെല്ലാം എൻ്റെ കണ്ണുമുന്നിൽ എത്തിച്ചു. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ യാദൃശ്ചികമായി ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ കയറി ഇരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ ദേവി, അവളെപ്പോലൊരു ഭാര്യ എനിക്ക് കിട്ടിയത് ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരനോട് വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ പറയുന്നില്ല, എൻ്റെ മുമ്പിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കാനായിട്ടൊരു പെൺകുട്ടി വന്നു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവളെ മുഖമാണ് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹോട്ടലിലായിരുന്നു ഇവൾ ജോലിക്ക് പോയിരുന്നത്. ആണെന്തേ, നീ എന്തൊക്കെയാണ് പറയണേ എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് എണീക്കുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അമ്മേ? ഇവളെന്തൊക്കെയാണ് നമ്മളോട് കള്ളം പറഞ്ഞെന്നറിയോ? അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറയാം, അതിപ്പോൾ ചിലപ്പോൾ ചേച്ചിക്ക് അങ്ങനെ പോകണമെന്ന് താല്പര്യമാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ജോലി എന്നും പറഞ്ഞാൽ അതൊരു മോശമല്ലല്ലോ. അല്ല, ഒരു മോശമല്ല. ഹോട്ടൽ ജോലി എങ്ങനെ മോശമാവുന്ന? ഓരോ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. പക്ഷേ ഇവൾ കള്ളം പറഞ്ഞ് ഇവൾക്ക് ഇത്രയും പഠിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കള്ളത്തിനും പറഞ്ഞ് ഇങ്ങനെ പോവേണ്ട ആവശ്യം എന്തായിരുന്നു? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അതുമാത്രമല്ലല്ലോ, ഇവൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ നമ്മളോടൊക്കെ പറഞ്ഞത്, അത് ചിന്തിക്കുന്നില്ലേ നിങ്ങൾ? അതുമാത്രമോ, ഇതിനേക്കാളും അപ്പുറമായിട്ട് അവൾ അച്ഛനോട് എന്തൊക്കെ നുണയാ പറഞ്ഞത്? സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പലതവണ ആ സ്കൂളിലെ സാറ് പറഞ്ഞപ്പോഴും ഇവളത് ചെയ്തോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവളുടെ സർട്ടിഫിക്കറ്റ്? ഇല്ല. പഠിക്കാത്ത ഇവൾക്ക് എവിടുന്നാ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ശരി, പഠിപ്പിനെ ഞാൻ കുറ്റം പറയുന്നില്ല. എന്നാൽ ഇതെല്ലാം കള്ളമല്ലേ ഇവൾ പറഞ്ഞത്? നമ്മളെല്ലാം ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഉടനെ മിത്ര പറയാൻ കേട്ടോ, അല്ല, ഉദയഭാനു സാറ് ഭയങ്കര കോടീശ്വരനല്ലേ, അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ എങ്ങാനും ജോലിക്ക് നോക്കിയാൽ പോയായിരുന്നു. പിന്നെ എന്തിനാ ഏട്ടത്തി ഇതിലേക്ക് പോയത്? അവിടെയാണല്ലോ അടുത്ത കഥ. അപ്പം ആനന്ദ് പറയാം, ഉദയഭാനു, അയാളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തറിയാം? അയാളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു പോവും. അപ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് പറയണത്, അന്ന് ഇവളെ ആ ഹോട്ടലിൻ്റെ അവിടെ വെച്ച് പിടിച്ചപ്പോഴാണ് ഞാൻ പല സത്യങ്ങളും അറിയണത്. അറിയോ? ഇവളെയും കൊണ്ട് ഞാൻ പിടിച്ച് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അവിടെ വേറെ ചില സത്യങ്ങൾ അറിയുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് വിഗില്ലാത്ത ഒരു ഉദയഭാനുവിനെ ഞാൻ കാണുന്നത്. തലയിൽ മുടിയില്ലാത്തൊരു ഉദയഭാനുവിനെ, അറിയോ? എന്തൊക്കെ ഇവൻ പറയണത്? അതേ, ഈ വിഗും വെച്ച് അയാൾ നടക്കുന്നതാ. അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ഭയങ്കര ഫ്രോഡാ, കള്ളനാ. ഇവരെ കുടുംബം മുഴുവനും അങ്ങനെ തന്നെയാണ്, ചതിയും വഞ്ചനയും കൊണ്ടാണ് നടക്കുന്നത്. പല പല സത്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് അച്ഛാ. അപ്പോൾ ഇവർ കോടീശ്വരനുമല്ല, അയാളൊന്നുമല്ല. ആൾക്കാരെ പറ്റിച്ചും ബുദ്ധിമുട്ടിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് അയാൾ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊന്നും വിചാരിക്കും പോലെ അങ്ങനെ ഒരാളല്ല അയാൾ കള്ളനാണ്. ആനന്ദ് വീണ്ടും ഇവർക്കൊക്കെ സംശയം. അപ്പോൾ ദേവി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്, എന്തൊക്കെയോ വിളിച്ച് എല്ലാ സത്യങ്ങളും പറയണം. അവസാനം ഇത് സത്യമാണ്, അയാളൊരു കള്ളനാണ്, ഗോമതി സ്റ്റോറിലെ പൈസ മോഷ്ടിച്ചത് അയാൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും അവസാനം ഈ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആനന്ദ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടോ, ഇത് നോക്ക് എന്നും പറഞ്ഞത് അങ്ങോട്ട് കാണിക്കാം. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയോ നിങ്ങൾക്ക്? ഇവളെ
അന്ന് ഗോമതി സ്റ്റോറി പോകുന്നു എന്നറിഞ്ഞ സമയം മുതലേ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, കള്ളനോ കയ്യിൽ താക്കോല് കൊടുക്കുമ്പോഴാണ് ഇവളെ വിടണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും? ഗോമതി സ്റ്റോറിലും ഇവൾ പോകുന്ന അറിയുമ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആദ്യം 25,000 രൂപ ഇവിടുന്ന് മോഷണം പോയില്ലേ, അന്ന് നിങ്ങളെല്ലാവരും കൂടെ പാവം ധർമ്മൻ മാമനെ കുറ്റക്കാരനാക്കി. ആ പാവം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, മനസ്സ് നൊന്താണ് പോയത്. അയാളത് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടും ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ടും സംശയമുള്ളത് കൊണ്ടും ഞാൻ അന്ന് മുതൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും പൈസ അവിടുന്ന് മോഷണം പോയില്ലേ, അപ്പോൾ പിന്നെ ഞാൻ കരുതി അവിടെ ആരും അറിയാണ്ട് ഞാനൊരു ദിവസം കയറിയിട്ട് അവിടെ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടില്ല, പക്ഷേ ഞാനതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ദിവസങ്ങളോളം കാത്തിരുന്നു എന്തെങ്കിലും ഒരു ദിവസം അയാളെ വീഴുമെന്ന്. പക്ഷേ ഇന്ന് അയാൾ വീണു, കണ്ടുപിടിച്ചു ഞാൻ. ഇനിയും ഞാനിത് മറച്ചു വെക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ദേവി അങ്ങ് കിടുങ്ങി വിറച്ചു പോയിട്ട് തെളിവ് സഹിതം അച്ഛൻ്റെ ഡ്രോ തുറക്കുന്നു, പൈസ കുറേ എടുത്ത് എണ്ണി പോക്കറ്റിലേക്ക് എടുത്ത് വെക്കുന്നു. ദേവിക്ക് ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? എന്നിട്ട് തിരിഞ്ഞു നോക്കി ആനന്ദേട്ടാന്ന് ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കുക. കണ്ടോ അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ, കള്ളി. അവൾ എൻ്റെ ജീവിതം തൊലച്ചു, അവളെ കുടുംബം മൊത്തം ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ട് ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടും ഇവിടെ ആരോടും ഞാൻ ഒന്നും പറയാതെ മനസ്സ് നൊന്ത് നടക്കുമായിരുന്നു. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും വിഷമിക്കില്ലേ ഇത്രയും വലിയ ചതി? നിങ്ങളെല്ലാവരും അമ്മേ വാതോരാതെ അമ്മയെന്ന് വിളിച്ചു നടന്നിട്ടില്ലേ ഇവള്? അമ്മ എങ്ങനെയായിരുന്നു ഇവളെ കണ്ടിരുന്നത്? പൊന്നുപോലെ, സ്വന്തം മോളം പോലെ. എന്നിട്ടിവള് ഈ ചതിയും വഞ്ചനയും ആരോടെങ്കിലും പറഞ്ഞു? ഇവളെ അച്ഛനാണ് ഇതൊക്കെ ചെയ്തെങ്കിലും അവൾക്കും എല്ലാം അറിയാമായിരുന്നമ്മേ. എന്നിട്ട് അവൾ ഒരക്ഷരം ആരോടെങ്കിലും മിണ്ടിയില്ല. അവൾക്ക് നല്ല കുടുംബത്തിൽ വലിയ അന്തസ്സായിട്ട് ജീവിക്കണം, എല്ലാവരുടെയും ഏട്ടത്തിമാരായിട്ട് ജീവിക്കണം, അതാണ് വേണ്ടത്. അതിനു വേണ്ടി അവൾ എൻ്റെ ജീവിതം തൊലച്ചു വെച്ചാൽ ഇനി ഞാൻ എന്താ വേണ്ടത്? പറ, നിങ്ങളെല്ലാവരും പറ, ഞാൻ എന്താണ് വേണ്ടത്? ഇവളെപ്പോലെ ഒരു ദുഷ്ട ഇവൾ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചു, പോരാഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇവിടെ അച്ഛനും അമ്മയൊക്കെ മഹാ ഫ്രോഡുകളാണ്. പിന്നെ വെറും 50% മാത്രമേ അച്ഛാ ഇവളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവളെ പേര് ദേവി എന്ന് പറയുന്നു, അത് തന്നെ സത്യമാണോ? എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതെന്ന്. ഇനി ഞാൻ എന്താണ് വേണ്ടത്? എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ആനന്ദ് തളർന്നു പോയിട്ട് ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. എല്ലാവരും ഇതിനും പരം അതിശയത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ദേവിക്ക് പിന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. ദേവി ചത്തതുപോലെ നിൽക്കുക കേട്ടോ. ദേവിയുടെ അടുത്തേക്ക് പതിയെ ഗോമതി വന്നിട്ട് ചോദിക്കണം, നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചതാടി, എൻ്റെ മോളെപ്പോലെയല്ലേ സ്നേഹിച്ചത്. എനിക്ക് പണമോ പ്രശസ്തിയോ സ്വർണമോ ഒന്നുമല്ല വലുത്, അതിലൊന്നും ഞാൻ സ്നേഹിച്ചിട്ടില്ല. പക്ഷെ നീ നല്ലൊരു ആളാണ്, നല്ലൊരു മോളാണെന്നും പറഞ്ഞ് ഞാൻ സ്നേഹിച്ചല്ലേ. ഒരു വാക്ക് നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ഉള്ളിലടക്കി നീ എന്തിനാ എന്നെ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ചതിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവി അവിടെ നിന്ന് ഉരുക്കി വിയർത്തു പോയിട്ടോ. ഇനി ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആനന്ദ് പറയുന്നത്, കണ്ടോ അവൾക്കൊരൊന്നും മിണ്ടാൻ പറ്റില്ലമ്മേ, ഒന്നും സംസാരിക്കാൻ അവൾക്ക് പറ്റില്ല. അവൾ ചെയ്തതും കാട്ടിക്കൂട്ടിയതും എല്ലാം അങ്ങനെയാണ്. നിങ്ങൾ ഏട്ടത്തിമാരും അനിയത്തിമാരും അനുമോളെ പറ, നിൻ്റെ ഏട്ടത്തിയായിരുന്നല്ലോ, നീ പുറകെ വിളിച്ചുകൊണ്ട് നടക്കൂലേ? ഇത്രയും വലിയൊരു ചതി അവൾ ചെയ്തില്ലേ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കാട്ടോ. ആനന്ദ് പൊട്ടി തകർന്നു പോയി. അവസാനം നമ്മുടെ ഗോമതിക്ക് ഒന്നും മിണ്ടാനാവില്ല. ഗോമതിനെയും ഭയങ്കരമായിട്ട് വിഷമിച്ച് ഗോമതി തളർന്ന് മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ. ആനന്ദ് എന്ത് ചെയ്യാൻ പറ്റും? ബാലനാണെങ്കിൽ ആനന്ദ് വിഷമിച്ച് സഹിക്കാനാവോ? ആനന്ദിനെ പിടിച്ച് മോനെന്ന് വിളിക്കാണ് കേട്ടോ. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ആനന്ദിന് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി അങ്ങ് പൊട്ടിക്കരയുക. കാരണം ഏറ്റവും കൂടുതൽ ബാലനാണല്ലോ ഇതിൽ അബദ്ധം പറ്റിയത്. ഈ ഒരു നല്ല ബന്ധം കൊണ്ടുവന്നതും കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞും ആനന്ദിന് നല്ലൊരു ജീവിതമാവട്ടെ എന്ന് പറഞ്ഞ്, എന്നിട്ടും എല്ലാ സത്യങ്ങളും ബാലൻ അറിഞ്ഞിട്ടും മോൻ വിഷമിക്കരുതെന്ന് പറഞ്ഞ് മറച്ചു വെച്ചൊരു കാര്യമുണ്ടായി. ഇതെല്ലാം ബാലൻ അവിടെ നിന്ന് മനസ്സിൽ ഓർത്തെടുക്കുകയാണ്. അന്ന് ഉദയഭാനു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം. ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്